बच्चों सभी का स्वागत है हिंदी ഈ ഗുരു में അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ +1 ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു തവണ 6 ചാപ്റ്റേഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ 6 വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എനിക്കൊരു കുട്ടി കമൻറ്റ് ബോക്സിൽ ലിങ്ക് അയച്ച് തന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ നല്ലൊരു നോട്ട്സായി തോന്നി. കാരണം ആ കുട്ടിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോട്ട്സ് വളരെ യൂസ്ഫുൾ ആവും. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവല്ലേ നിങ്ങൾ നെക്സ്റ്റ് മന്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ രൂപത്തിൽ ഇത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ആ കുട്ടീനോട് നമുക്ക് നന്ദി പറയാം. കാരണം ആ കുട്ടി അയച്ചു തന്നത് കൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാവുന്നതാണല്ലേ, നമുക്ക് 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റത്തെ അനുതാപ് ഒരു ലഘു കഥയാണ്, നമ്മുടെ സുഗൈ സാഹിനിജിയുടെയാണ്. രണ്ടാമത്തെ ഒരു കവിതയാണ് ജയശങ്കർ പ്രസാദ്ജിയുടെ, ഛായാവാദി കവിയായിട്ടുള്ള ജയശങ്കർ പ്രസാദ്ജിയുടെ മധുരതു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജുലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നാട്യരൂപാന്തരമാണ് അല്ലേ, ചിത്ര മുതുകൽജിയുടെ. പിന്നെയുള്ള 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ദോഹയാണ് അല്ലേ, കബീർദാസ്ജിയുടെ ദോഹയാണ്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ഏതാണ്, ആനന്ദ് കി ഫുൾച്ചെടിയാം എന്ന് പറഞ്ഞിട്ടുള്ള നിബന്ധ് ആനന്ദ് ഗോപാൽ ശേവടേജിയുടെ. പിന്നെയോ പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ചന്ദ്രകാന്ത് ദേവദാലേജിയുടെ. അപ്പോൾ ഈ 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിലുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാൻ നമ്മുടെ എക്സാമിന് എങ്ങനെയൊക്കെയാണ് മാർക്ക് വരിക എന്നുള്ളത് മാറി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ 120 മാർക്കിന് ഫോക്കസ് ഏരിയയിൽ നിന്നും 40 മാർക്ക് ഔട്ട്സൈഡ്, അതായത് ഫോക്കസ് ഏരിയ അല്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് 40 മാർക്ക് അങ്ങനെയാണ് വരാറ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അനുതാപ് ആനന്ദിക്ക് ഫുൾച്ചെടിയാം. അനുതാപ് ലഘുകഥയാണ്, ആനന്ദിക്ക് ഫുൾച്ചെടിയാം നിബന്ധാണ്. അപ്പോൾ രണ്ടും എന്താണ്, ഗദ്യമാണ്. പദ്യമാണോ? അല്ല, ഗദ്യമാണ് അല്ലേ. ഫോക്കസ് ഏരിയയിലെ ഈ 2 ഗദ്യപാഠങ്ങളിൽ നിന്നും എന്താണ് വരിക, വെരി ഷോർട്ട് ആൻസേഴ്സ്. അതായത് 1 മാർക്കിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതേപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് അല്ലേ, 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ അതൊക്കെയാണ് ഇതിന്ന് ചോദിക്കുക. എന്നിവ കൂടാതെ എന്തും ചോദിക്കും. വാർത്താലാപ് നമുക്കറിയാവുന്നതാണല്ലേ. എന്ത് ചോദിക്കാം, നമ്മുടെ അനുതാപിൽ നമ്മുടെ സാറ്, അതായത് നമ്മുടെ ബാബുജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയുള്ള ആ വാർത്താലാപ്, അന്ന് രാത്രി എന്തൊക്കെയാവും തൻ്റെ ഭാര്യനോട് അദ്ദേഹം ബാബുജി പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ ആനന്ദിക്ക് ഫുൾച്ചെടി എന്നത് എന്ത് ചോദിക്കും, നമ്മുടെ വൃദ്ധൻ ഫസ്റ്റ് തന്നെ കുഴി ഒഴിക്കുന്നുണ്ടല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, മാങ്ങയണ്ടികൾ നടാൻ വേണ്ടിയിട്ടല്ലേ. ഇനി ആഗാമി പീഡികയിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നടുന്നത്. അപ്പോൾ ആ ഒരു വൃദ്ധനും ആ ഒരു നവജുവാനും തമ്മിൽ, ആ യുവാവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം ചോദിക്കാൻ വേണമെങ്കിൽ, അതേപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സഹയാത്രി ഉണ്ടാവുമല്ലോ, സഹയാത്രിയും മഹിളയും കൂടിയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ വിത്തുകൾ വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം ചോദിക്കാം. അപ്പോൾ ആ ഒരു 5 സന്ദർഭം ഉണ്ട് അവിടെ. ആ 5 സന്ദർഭത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സംഭാഷണമായിട്ട് ചോദിക്കാം. 8 മാർക്കിൻ്റെത്. എന്തിൽ നിന്ന്, ആനന്ദിക്ക് ഫുൾച്ചെടിയാൽ നിന്നൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. ആ വീഡിയോസൊക്കെ പോയി കാണുക, വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡയറി ചോദിക്കാം അല്ലേ. നമ്മുടെ ബാബുജി, ഇപ്പോൾ അനുതാപിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ബാബുജി അന്നത്തെ ദിവസത്തെ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആനന്ദിക്ക് ഫുൾച്ചെടിയാൽ നിന്ന് ഏതൊരാളുടെയും, അപ്പോൾ 5 സന്ദർഭങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് നമുക്ക് ചോദിക്കാം. ഡയറി ലേഖൻ 8 മാർക്കിന്. ഇപ്പോൾ 8 മാർക്കിനാട്ടോ വാർത്താലാപും ഡയറി ലേഖനും. പിന്നെ പത്രലേഖനും 8 മാർക്കാണ്. പത്ര ചോദിക്കാം അല്ലേ. ഇപ്പോൾ നമ്മുടെ അനുതാപിൽ തൻ്റെ സുഹൃത്തിന് നമ്മുടെ ബാബുജി എഴുതുന്ന കത്ത്, ഈ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിന് കത്തെഴുതുന്ന പോലെ ചോദിക്കാം. അതേപോലെ സംക്ഷേപണെ കുറിച്ചിട്ടും പത്രനെ കുറിച്ചിട്ടും ഡയറിയും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ അടക്കം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാറ്റിനും ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. എന്ത് നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു സ്ട്രക്ചറൊക്കെ വെച്ചുകൊണ്ട് വേണം എഴുതാൻ വേണ്ടി. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണണം കേട്ടോ. അത് കണ്ടിട്ട് വേണം നിങ്ങൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് സംബോധന മുതൽക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്ന വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കാണണേ. ആ സംക്ഷേപണം കുറിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്തിൽ ചോദിക്കാറ്, അനുതാപിലും ആനന്ദിക്ക് ഫുൾച്ചെടിയാലും ചോദിക്കാറ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ഇയറിൽ
2018, 2019, 2020 ഇയറിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയോ അടുത്ത എന്താണ്, മദർദും പത്രക്കി ബിഞ്ചു അല്ലേ, അതിൽ നിന്ന് കവിതകളാണ് നമുക്കറിയാം അല്ലേ. ഒന്ന് ആരുടെയാണ്, ഒന്ന് ജയശങ്കർ പ്രസാദ് ജിയുടെ ആണെങ്കിൽ പത്രക്കി ബിഞ്ചു ആരുടെയാണ്, ചന്ദ്രകാന്ത് ദേവദാലെജിയുടെ അല്ലേ. അപ്പോൾ ഈ കവിതയിൽ നിന്ന് എന്തൊക്കെ ചോദിക്കുക, ഈ 2 കവിതാ പാഠങ്ങളിൽ നിന്ന് വെരി ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ. അതേപോലെ തന്നെ കവിതയുടെ കുറച്ച് വരികളൊക്കെ തന്നിട്ട് കവിതാഞ്ചിക്ക് ആസ്വാദൻ ടിപ്പണി 6 മാർക്കിൻ്റെ. ഈ 2 അതായത് നമ്മുടെ മദർദൂൻ്റെ ആസ്വാദൻ ടിപ്പണി അതേപോലെ തന്നെ പത്രക്കി ബെഞ്ചിൻ്റെ ആസ്വാദൻ ടിപ്പണിയും ഒക്കെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പോയി കാണുക. അതിൽ ആസ്വാദൻ ടിപ്പണി ഞാൻ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. 6 മാർക്കിനായിരിക്കും ആസ്വാദൻ ടിപ്പണി ചോദിക്കാറ്. പിന്നെയോ കവിതാഞ്ചിക്ക് ആശയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അതും 6 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പോൾ ആസ്വാദന ടിപ്പണി എങ്ങനെയാണോ അതേപോലെ തന്നെ ആശയം എഴുതാന്നേ ഉള്ളൂ. അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് എഴുതുന്നതാണ് ആസ്വാദന ടിപ്പണി. അതിൻ്റെ എല്ലാ അതൊക്കെ വേണം, കാരണം ഭാഷ ആയിക്കോട്ടെ, ശൈലീൻ്റെ പ്രത്യേകതകളായിക്കോട്ടെ, അതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. ആശയം എന്ന് പറഞ്ഞാൽ എന്താണോ ആ കവിതാഞ്ചിൽ ഉള്ള ആശയം മാത്രം നിങ്ങൾ പറയുക അല്ലേ, അത് 6 മാർക്കിൻ്റെ. പിന്നെ അതേപോലെ തന്നെ തന്നിട്ടുള്ള വരികളുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കി എഴുതാനുള്ള 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടില്ലേ നമ്മൾ, അതിൻ്റെ ചോദ്യങ്ങൾ. പിന്നെ കവിതയിൽ നിന്ന് സമാന പദം എടുത്തെഴുതാനുള്ള ചോദ്യം, സമാനാർത്ഥി ശബ്ദ. ഇന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദം എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. മദർദൂന് എന്താ പറയുക, വസന്ത് എന്നാണ്. നമ്മുടെ കവിതയിൽ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്, മദർദു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സമാനാർത്ഥി ശബ്ദങ്ങൾ അല്ലേ. അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് ചോദിക്കാറ്, ഈ കവിതയിൽ നിന്ന് ചോദിക്കാറ്. ഈ 2 കവിതയിൽ നിന്നും കേട്ടോ, മദർദു എന്ന കവിതയിൽ നിന്നും പത്രക്കി ബെഞ്ചുള്ള കവിതയിൽ നിന്നും. അനുതാപം ആനന്ദയ്ക്ക് ഫുൾഷൊടിയുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. പിന്നുള്ളത് ജുലൂസ് ആണ് അല്ലേ, ഒരു നാട്യരൂപാന്തരമാണ് ചിത്ര മുതുകൽജിയുടെ. പ്രേംചന്ദ്ജിയുടെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ചിത്ര മുതുകൽജി നാട്യരൂപാന്തരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഈ പാഠത്തിൽ 5 കഥാപാത്രങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ കഥനൊക്കെ തന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്ര ടിപ്പണി, കഥാപാത്രത്തിൻ്റെ സ്വഭാവ വിശേഷത 6 മാർക്കിനാവും എഴുതാൻ ചോദിക്കുക. നമുക്കറിയാം അല്ലേ, മൈക്കു, ദീൻദയാൽ, ശംഭുനാഥ്, പിന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീർബൽ സിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ജി ഉണ്ട് അല്ലേ, ഇബ്രാഹിം അലി ഉണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് ചോദിക്കാറ്. പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മളെ ഇബ്രാഹിം അലിയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബീർബൽ സിംഗിനെ കുറിച്ചിട്ടുമാണ്. മൈക്കോനെ കുറിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ഇവർ 3 ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതാണ് ചോദിക്കാറ്, ചരിത്ര ടിപ്പണിയാണ് ചോദിക്കാറ് 6 മാർക്കിന്. പിന്നെയുള്ളത് ദോഹയാണ് അല്ലേ. കബീർദാസിൻ്റെ 5 ദോഹകളിൽ ഏതെങ്കിലും ഒരു ദോഹ തന്നിട്ട് ഷോർട്ട് ആൻസേഴ്സ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാനാർത്ഥി ശബ്ദ അല്ലേ, ദോഹയൊക്കെ ആശയം എന്താ എഴുതേണ്ട, അതും 6 മാർക്കിന് ചോദിക്കും കേട്ടാ. അപ്പോൾ 6 മാർക്കിന് ദോഹേൻ്റെ ആശയം ഉണ്ടാവും, സമാനാർത്ഥി ശബ്ദം ഉണ്ടാവും, അതേപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് 1 മാർക്കിനും 2 മാർക്കിനും ദോഹയിൽ നിന്ന് ചോദിക്കും. അങ്ങനെ ഈ 6 ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോസ്റ്ററാണ്, 8 മാർക്കിൻ്റെത്. പിന്നെ വിജ്ഞാപന പറ്റുള്ളൊരു വീഡിയോ, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിജ്ഞാപനം വേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം കേട്ടോ. പരസ്യം അല്ലേ, അതും 8 മാർക്കിനാണ്. അപ്പോൾ വിജ്ഞാപനം 8 മാർക്കിൻ്റെത്, പോസ്റ്റർ 8 മാർക്കിൻ്റെത്, അതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അനുച്ഛേദ ലേഖനമാണ്, പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. അതിൻ്റെ ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു ലേഖകൻ്റെ ജീവൻ വൃത്ത്, ബയോഡാറ്റ തന്നിട്ട് അനുച്ഛേദം എഴുതാൻ ചോദിക്കും. ഏതൊരു ലേഖകനാവാട്ടാ, ഏതെങ്കിലും ഒരു ലേഖകൻ്റെ ജീവൻ വൃത്ത് തന്നിട്ട് ഇതേപോലെ 6 മാർക്കിന്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലേ, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യമാണ്. ആ ഹിൻസ് തന്നത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക്, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ, അറിയാവുന്നതാണേ. ഇംഗ്ലീഷ് കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 8 മാർക്കിന് ചോദിക്കും. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എടുത്തെഴുതാം. ഇംഗ്ലീഷ് കോൺവെർസേഷനാണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എത്ര മാർക്കിനാണ്, 8 മാർക്കിനാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഈ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ, നമ്മുടെ ഫോക്കസ് ഏരിയ അല്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഫിലിമി സമീക്ഷ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിലിമി സമീക്ഷേൻ്റെ ചാപ്റ്റർ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കണ്ടിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അതിൽ ഇഷ്ടപ്പെട്ട സിനിമയെ 8 മാർക്ക് അല്ലേ, അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ 8 മാർക്കിന് ചോദിക്കും.
പിന്നെ ചോദിക്കുന്നത് സൂചനാധികാർ പത്രമാണ് അല്ലേ, വിവരാവകാശ കത്താണ്. അതും 8 മാർക്കിന്. അതും ഞാൻ അത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി നിങ്ങൾ കാണുക. പിന്നുള്ളത് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ 94-ാമത്തെ പേജിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഹിന്ദി വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലൊരു 31 വാക്കുകളുണ്ട്. അത് നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. 8 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 31 വേർഡ്സ് നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. ശരിക്കും ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എഴുതേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ആ സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് 3 നന്നായിട്ട് നോക്കി പോവാം. ഫിലിമി സമീക്ഷ, സൂചനാധികാർ പത്ര, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഹിന്ദി വേർഡ്സ് എന്തായാലും ചോദിക്കും, അത് നോക്കി വെച്ച് പോവാം. ഓക്കെ.